PSC IEOന്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. സോ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കണോ, അതിൻ്റെ ഭാഗമായിട്ട് സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ PSCയുടെ ജനുവരിയിലത്തെ കലണ്ടർ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ PSC ഫെബ്രുവരി കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിലാണ് IEOയുടെ എക്സാം ഡേറ്റ് ഉള്ളത്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫെബ്രുവരി കലണ്ടറിലാണ് നമ്മുടെ IEOന്റെ എക്സാം വന്നിരിക്കുന്നത്. എക്സാം ഡേറ്റ് 18 ഫെബ്രുവരി 2025 ആണ്. 18th ഫെബ്രുവരി 2025 ആണ് എക്സാം ഡേറ്റ്. എല്ലാവരും മറക്കാതിരിക്കുക. എക്സാം ഡേറ്റ് ഫെബ്രുവരി 18 ആണ് 2025. ഇതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് പറയുന്നത് 23/11/2024 മുതൽ 12/12/2024 വരെയാണ്. നിങ്ങൾക്ക് ഇനി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നത് 4/2/2025 ഓക്കെ. ഇത് ഇംഗ്ലീഷാണ്. 1.5 hour. ടോട്ടൽ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 38,270 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. IEOയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകാത്ത സിലബസാണ്. കാരണം പണ്ടത്തെ സിലബസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടിമുടി മാറിയിരിക്കുകയാണ് സിലബസ്. കാരണം നമ്മൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൻ്റെ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇപ്പോഴത്തെ സിലബസിൽ ഒരു ബ്രാഞ്ചസിൻ്റെയും ബേസിക്സ് അല്ല വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കൊക്കെ കെട്ടിപ്പൂട്ടി എടുത്തു വെക്കാം. ഈ പരീക്ഷയ്ക്ക് മാത്രമാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ. എന്നിട്ട് പുതുതായിട്ട് ആദ്യം ഒന്നും തന്നെ തുടങ്ങേണ്ടി വരും. കാരണം സിലബസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. ഓക്കെ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. സോ ടോട്ടൽ 100 മാർക്സ് ആണല്ലോ. അതിൽ ഫസ്റ്റ് 40 മാർക്സ് കൊടുത്തിരിക്കുന്നത് മാത്സിനാണ്, മാത്തമാറ്റിക്സിനാണ് ഫസ്റ്റ് 40 മാർക്ക് കൊടുത്തിരിക്കുന്നത്. മാർക്ക് മാത്സിനാണ്. പിന്നെ വരുന്നത് ഫിസിക്സിന് 30 മാർക്സ്. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയാണ്, അതിന് 30 മാർക്സ്. അങ്ങനെയാണ് 100 മാർക്കിൻ്റെ അലോക്കേഷൻ വന്നിരിക്കുന്നത്. 40 മാത്സ്, 30 ഫിസിക്സ് ആൻഡ് 30 കെമിസ്ട്രി. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാത്സിൽ ഈ കാണുന്നതാണ് സിലബസ്. ടോട്ടൽ 5 മൊഡ്യൂൾസ്. സോ 5 മൊഡ്യൂൾസ്, ടോട്ടൽ മാർക്സ് 40 മാർക്സ് ആണ് മാത്സിന് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഫിസിക്സിലാണെങ്കിൽ 10 മാർക്സിൻ്റെ 3 മൊഡ്യൂൾസ് ആണുള്ളത്. ഓപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അക്കോസ്റ്റിക്സ്, 3 മൊഡ്യൂൾസ് ആണ് ഫിസിക്സിൽ. കെമിസ്ട്രിയുടെ 30 മാർക്സിൻ്റെ അലോക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ കെമിസ്ട്രി 30 മാർക്സ്. സോ ടോട്ടൽ വരുന്ന മാത്സ് 40, ഫിസിക്സ് 30, കെമിസ്ട്രി 30. ഇങ്ങനെയാണ് അലോക്കേഷൻ വന്നിരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇതിലിടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. നിങ്ങൾ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി സിലബസ്. ഓക്കെ. ഇപ്പം എല്ലാവരും ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം. ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ പെട്ടെന്ന് ചേഞ്ച് ആയില്ലേ, അതുപോലെ തന്നെയാണ് ഇതിലും ചേഞ്ച് വന്നിരിക്കുന്നത് സിലബസ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.